മുഹീദ്ദീൻ ശൈഖദ ആശൂറായിന്റെ ദിവസം പ്രത്യേകം ചില നിസ്കാരം പറയുന്നു, റജബിലെ പ്രത്യേക നിസ്കാരം പറയുന്നു. റജബ് 1-ാം തീയതി നിസ്കരിച്ചാൽ, റജബ് 2-ന് നിസ്കരിച്ചാൽ, 3-ന് നിസ്കരിച്ചാൽ, ഇങ്ങനെ കുറെ ഇല്ലാത്ത നോമ്പിനെ പറ്റി പറയുന്നുണ്ട്, ഇല്ലാത്ത നിസ്കാരം പറയുന്നുണ്ട്. വെറുതെ അഭിപ്രായം പറഞ്ഞു പോവുകയല്ല, ഒക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടാ പറയുന്നത്. എല്ലാം വ്യാജമായ ഹദീസുകളാണ്, സ്വീകാര്യയോഗ്യമായ ഗണത്തിൽപ്പെട്ടതല്ല. നിങ്ങൾ പറയണം ഗസാലി ഇമാമിന്റെ കേഹിയ പോലെ തന്നെ ഗുന്യയിൽ അതാ ശൈഖ് ജീലാനിയുടെ കിതാബിൽ പറഞ്ഞത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ അതോ ഇതും കടത്തിക്കൂട്ടിയതാണെന്ന് വാദമുണ്ടോ? പറയണേ. എങ്ങനെയാണ് ജീലാനിയുടെ വാക്കുകളിൽ നിങ്ങൾക്ക് തള്ളേണ്ടതുണ്ടാവുക? കാരണം അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ തന്നെ എന്താണ് മാലയിൽ ചൊല്ലാറുള്ളത്? ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ അമാനില്ലാതെന്നോവറി. എന്നോട് അള്ള ചൊല്ലിക്കോ എന്ന് പറഞ്ഞതല്ലാതെ ഞാൻ ചൊല്ലാറില്ല. അള്ള എന്നോട് ചൊല്ലൂ എന്ന് പറഞ്ഞാലേ ഞാൻ ചൊല്ലാറുള്ളൂ. അപ്പൊ അള്ളാന്റെ കൽപ്പന പ്രകാരം മാത്രം ദീന് സംസാരിക്കുന്ന, അള്ള ചൊല്ലൂ എന്ന് പറഞ്ഞാലല്ലാതെ ചൊല്ലാത്ത ശൈഖ് ജീലാനിയുടെ കിതാബിൽ എങ്ങനെ ഈ കള്ള ഹദീസ് കടന്നുകൂടി? ഈ കള്ള ഹദീസ് എങ്ങനെ വന്നു? മറുപടി പറയണേ. അപ്പൊ മഹാനവറുകൾക്ക് ആ ഹദീസ് സ്വഹീഹാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല, അതല്ലേ. പക്ഷേ അദ്ദേഹം അതിന് കുറ്റക്കാരനല്ല, മനഃപൂർവ്വം കള്ളം പറയില്ല കേട്ടോ. ഒരു ഇമാമും മനഃപൂർവ്വം മഹാന്മാര് കള്ളം പറയുന്നതല്ല, അവര് തെറ്റുകാരുമല്ല, അവർക്ക് കിട്ടിയത് ശരിയെന്ന നിലക്ക് കൊടുത്തതാണ്. പക്ഷേ സത്യമറിഞ്ഞിട്ടും പിന്നെയും അത് പിൻപറ്റുന്നവർക്കാണ് കുറ്റമുള്ളത്. അപ്പൊ ജീലാനിയുടെ കിതാബിൽ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ സ്വീകരിക്കൂല, അതുപോലെ തന്നെ ഗസാലി ഇമാമിന്റെ കിതാബിൽ പറഞ്ഞതും നിങ്ങൾ മുഴുവൻ സ്വീകരിക്കൂല. എങ്കിൽ അതിന്റെ കാരണം പറയണം, മാനദണ്ഡം പറയണം. ആ കാരണം കൊണ്ട്, ആ മാനദണ്ഡം കൊണ്ട് തന്നെയാണ് അവയിൽ നിങ്ങൾ പറയുന്ന പലതും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളും പറയുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ,